സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിലും നമ്മൾ നേരത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഏതാനും നിയോജകമണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം എടുക്കേണ്ടതായിരുന്നു. അത് സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നടത്തിയത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു ഇടതുപക്ഷ അനുകൂല അന്തരീക്ഷമുണ്ട്. ഇടതുപക്ഷം വളരെ മികവാർന്ന തരത്തിലുള്ള അനുഭവ സമ്പത്തുള്ള ഒരു നേതൃത്വ നിരയെ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും വലിയ സ്വീകാര്യതയോടുകൂടി ആ സ്ഥാനാർത്ഥികളെ കേരളീയ സമൂഹം അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ UDF വലിയ തോതിൽ അവസരവാദപരമായ നിലപാടുകൾ സ്വീകരിച്ചതിനെ തുടർന്ന് അവർക്കുണ്ടായിട്ടുള്ള പ്രതിസന്ധികളുണ്ട്. സാധാരണ UDF പ്രതിസന്ധി രൂപപ്പെടുന്ന കൂട്ടർ കോൺഗ്രസിലായിരിക്കും സാധാരണ ഒരു സ്ഥാനാർത്ഥി നിർണയം നടത്തിയാൽ അത് പ്രതിസന്ധിയായിട്ട് മാറും. എന്നാൽ ഇത്തവണത്തെ ഒരു പ്രത്യേകത, പാണക്കാട്ടിൽ നിന്ന് ഒരാൾ പ്രഖ്യാപിച്ചാൽ പിന്നെ അതിന് ചോദ്യം ചെയ്യപ്പെടില്ല എന്നുള്ള ഒരു സാഹചര്യം സാധാരണയായിട്ട് നമ്മൾ കേട്ടുപോരുന്ന ഒരു കാര്യമാണ്. അത് അത്ര സത്യമല്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പക്ഷേ കേട്ടുപോന്നിരുന്നൊരു കാര്യം അവിടുന്ന് ഒരു തീരുമാനം വന്നിരിക്കുന്നു, പിന്നെ അതിന്മേൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഇത്തവണത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ കൂടെ സുദീർഘമായ ഒരു പ്രവർത്തന സൗഹൃദത്തിലൂടെ കോൺഗ്രസിന്റെ ചില സൽഗുണങ്ങൾ സ്വാഭാവികമായിട്ടും ലീഗിലേക്ക് വരുമല്ലോ. അതുകൊണ്ട് കോൺഗ്രസിനെ പോലെ തന്നെയാണ് ലീഗും എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില ചലനങ്ങളും ഇത്തവണത്തെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി രൂപപ്പെട്ടിരിക്കുകയാണ്. അല്ല, അതിപ്പോൾ നമ്മൾ സൂക്ഷ്മതലത്തിൽ നമ്മളിത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ UDF രൂപം കൊണ്ടിട്ടുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇപ്പം ലീഗിൽ വ്യാപിച്ചതിനെ തുടർന്ന് അതിന്റെ അനുരണനങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നിസ്തർക്കമായ ഒരു കാര്യമാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അബ്ദുറഹ്മാൻ രണ്ടത്താണി LDF സ്ഥാനാർത്ഥിയായി വരുമോ? അദ്ദേഹം അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അതൃപ്തി രേഖപ്പെടുത്തി ഞാൻ അംഗീകരിച്ചല്ലോ. ബാക്കിയുള്ളതൊന്നും ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം അത് അല്ല, അങ്ങനെ എന്താ ഈ പറയുന്നത്, അവരൊക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ലേ. അവരവരെ അസംതൃപ്തി രേഖപ്പെടുത്തിയെന്ന് വലിയ ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ, ലീഗിനെ കേരളീയ പൊതുസമൂഹത്തിൽ മുസ്ലിം ലീഗിന്റെ നയങ്ങളെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലെ പ്രതിരോധിച്ച ഒരാളിൽ ആ നയങ്ങളെ മുസ്ലിം ലീഗിനെതിരായി വരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുകയും ലീഗിന് അനുകൂലമായി ഏത് കാര്യങ്ങളെയും ഏതളവ് വരെയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ലീഗ് നേതാവാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. അത് നമ്മൾ മനസ്സിലാക്കാതെ പോരുത്. അത് MLA ആയിട്ടുണ്ട്. MLA ആകുക മാത്രമല്ല, ലീഗിന്റെ പ്രയാസ ഉണ്ടായ ഘട്ടങ്ങളിൽ, ലീഗ് ഡിഫൻസീവിലും ബാക്ക് ഫുട്ടിലും ഇരുന്ന ഘട്ടങ്ങളിൽ മുസ്ലിം ലീഗിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ച് മുസ്ലിം ലീഗിന്റെ വക്താവായി കേരളീയ പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ളതാണ്. അദ്ദേഹം അസംതൃപ്തനായി എന്നത് ചെറിയൊരു കാര്യമില്ലല്ലോ. പ്രഗത്ഭനായിട്ടുള്ള ഒരാളെ ഇടതുപക്ഷത്തേക്ക് വരുന്നത് ഗുണം ചെയ്യില്ലേ? അല്ല, അത് ഞാനിപ്പോ പറയാൻ പാടില്ല. അതൊക്കെ അദ്ദേഹം ഒരു അദ്ദേഹം CPM നേതാക്കളുമായിട്ട് നല്ല ബന്ധമാണുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അതൊരു സത്യമാണ്. ഒരുപാട് മുസ്ലിം ലീഗ്, ഞങ്ങളൊക്കെ ഇവിടെ ഉള്ള ആൾക്കാർ, ഞങ്ങളെല്ലാവരും നല്ല സൗഹൃദത്തിലാണ്. അത് സ്വാഭാവികമാണ്. അല്ല, ഇതൊരു പൊളിറ്റിക്സ് അല്ലേ. അപ്പൊ അതിൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ്. ആ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അതിന്റെ ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് ലീഗിന് അല്ലെങ്കിൽ UDFന് ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യം രൂപപ്പെട്ടാൽ ആ രൂപപ്പെടുന്ന സാഹചര്യത്തോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യുക. അതിനുള്ള ശ്രമം ഞങ്ങൾ സ്വാഭാവികമായിട്ട് നടത്തുള്ളൂ. ഇല്ലേ? ഇറങ്ങിയിട്ടില്ലേ? ഞാൻ അറിഞ്ഞിട്ടില്ല. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റോ പ്രചാരണമോ അത്തരം പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചില്ല. ഔദ്യോഗികമായിട്ട് അതിലൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. ഈ V. അബ്ദുറഹ്മാൻ ഈ തെരഞ്ഞെടുപ്പില് വളരെ സജീവമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഉണ്ടായ വിഷമുണ്ടല്ലോ, അത് പരിഹരിക്കുന്ന രൂപത്തിൽ സജീവമായിട്ട് നിങ്ങള് ഈ അബ്ദുറഹ്മാൻ ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഫേസ്ബുക്കിൽ കാണാനില്ല. അങ്ങനെയല്ലേ നിങ്ങൾ കരുതുന്നത് പോലെയല്ല. നല്ല ഈ മലപ്പുറം ജില്ലയുടെ ചരിത്രത്തെ മാറ്റുന്ന തരത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ട, കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ടൊരു
വിജയം ഇടതുപക്ഷത്തിന് ഉണ്ടാക്കാനാവുമെന്ന് ഞങ്ങൾ കരുതുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അത് സംബന്ധിച്ചുള്ള എല്ലാ ആലോചനകളിലെയും ഒരു പ്രധാനപ്പെട്ട ആളാണ് വി അബ്ദുറഹിമാൻ. അത് ഇത്രയങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോ അബ്ദുറഹിമാൻ എപ്പോഴും ഒരു വളരെ വേഗതയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു MLA മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ വേഗത ഞങ്ങളുടെ പാർട്ടിക്ക് ഈ ജില്ലയിൽ വളരെ സഹായകരമാണ്. വി അബ്ദുറഹിമാൻ ഇടതുപക്ഷത്തോട് സഹകരിച്ചത് മലപ്പുറം ജില്ലയിൽ CPM-ന് ഇടതുപക്ഷത്തിനും പൊതുവായ മുന്നേറ്റത്തിനും സഹായകരമായിട്ടാണ്. ഇപ്പൊ രൂപപ്പെട്ടു വന്ന പ്രശ്നങ്ങളിൽ ഈ കാര്യങ്ങളാകെ ഒന്ന് ഇടപെടാൻ അബ്ദുറഹിമാൻ ഞങ്ങളുമായിട്ട് സഹകരിച്ച് വളരെയേറെ കാര്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്ര ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി, ബാക്കി കാര്യങ്ങൾ പറയാം. അങ്ങനെ കേട്ടോ? അനുകൂലമാണെന്ന് തോന്നിയാൽ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ച സ്ഥലത്ത് അവരെ മാറ്റി മറ്റൊരാളെ പരിഗണിക്കുന്നത് CPM-ന്റെ സീറ്റ് പരിഗണിക്കും. അങ്ങനെ സാധ്യത അല്ല, CPM നോക്കണമെന്ന് വെച്ചാല് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ MLA-മാരെ കിട്ടാൻ സഹായകരമായ ഒരു പശ്ചാത്തലം എവിടെ രൂപപ്പെട്ടു വന്നാലും അതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. ഒരു സംശയമില്ല. അത് ആ നിലയിൽ ഒന്നിലേറെ സ്ഥാനാർത്ഥികളും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. അങ്ങനെയൊക്കെ അഡ്വാൻസ് ആയിട്ട് ഒരു പത്രസമ്മേളനം നടത്തി പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെ പറ്റുമോ? ഒരാൾ ഇങ്ങനെ എല്ലാ കാര്യവും നമ്മളൊരു നിങ്ങൾ വന്നു, നമ്മൾ സുഹൃത്തുക്കളാണ്, എല്ലാ കാര്യവും ചോദിച്ചിട്ട് ഇങ്ങനെ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങളെന്താ, ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ ഞാൻ ആരോടും ആശയവിനിമയം നടത്തിയിട്ടില്ല. ഇതൊക്കെ ഇപ്പൊ നമ്മള് ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്, ഈ ലീഗിന്റെ അല്ലെങ്കിൽ UDF-ന്റെ ജില്ലയിലെ പൊതു സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്നിട്ടുള്ള അസംതൃപ്തി ഉണ്ട്. ആ അസംതൃപ്തി സ്വാഭാവികമായിട്ടും ഞങ്ങളതിലേക്ക് സ്വാഭാവികമായിട്ടും അസംതൃപ്തി രൂപകൊള്ളുമ്പോൾ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാക്കാമോ എന്ന് നമ്മൾ പരിശോധിക്കുമല്ലോ. ആ പരിശോധന നടത്തുന്നു. നിശ്ചയിച്ച സ്ഥാനാർത്ഥികളെ മാറ്റുന്ന ഒരു രീതി ഇപ്രാവശ്യം ഉണ്ടാവും. സ്ഥാനാർത്ഥികളെ മാറ്റുമോ? അത് രൂപപ്പെട്ടു വരുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിരിക്കും. ഇപ്പോൾ തിരൂരിലാണോ താനൂരിലാണോ മത്സരിക്കുന്നതെന്ന് വ്യക്തമാകാത്തൊരു സാഹചര്യം ഉടലെടുക്കുകയാണ്. അപ്പൊ അതിനൊരു വ്യക്തത വേണ്ടേ? അബ്ദുറഹ്മാൻ മത്സരിക്കുന്നത് തിരൂരാണോ താനൂരാണോ? പാർട്ടി പ്രഖ്യാപിച്ച ശേഷം അല്ല, ആർക്കും ഒരു ആശയക്കുഴപ്പം ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയക്കുഴപ്പം ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചില്ല. സ്ഥാനാർത്ഥികളെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ചത് മത്സരിക്കാൻ വേണ്ടിയുള്ള സ്ഥാനാർത്ഥികളാണല്ലോ. ഇപ്പോൾ കുറെ പുതിയ സാഹചര്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ നിലപാടുകളിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. അത് എത്രയും വേഗം ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞല്ലോ, അതിലെ ഒരു വ്യക്തി തടയപ്പെടുന്നു എന്നുള്ളതല്ല, ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് രാജ്യത്തുണ്ടാക്കിയ തെറ്റായ ഒരു ഇംപ്രഷൻ ഇല്ലാതായി എന്നുള്ളതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്. തെറ്റായ ഒരു ഇംപ്രഷൻ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു സാധാരണ ജനാധിപത്യപരമായ തീരുമാനങ്ങളുടെ പുറത്തെടുക്കുന്ന തീരുമാനങ്ങളാണെന്നും അതിന് ജനാധിപത്യപരമായ തീരുമാനങ്ങളെക്കാൾ മേന്മയുണ്ട് എന്നും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്ഥാപിക്കപ്പെട്ടത് ശരിയല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെടാം. അവസരം കൊടുത്ത നല്ല ഇംപ്രഷൻ വരും എന്നുള്ളൊരു അടക്കം പറച്ചിലുണ്ട്. അവസരം കിട്ടുമോ? അല്ല, അതിപ്പോ നമ്മള് ഈ രൂപപ്പെട്ടു വന്ന സാഹചര്യങ്ങളോട് എങ്ങനെ അതിന്റെ ഒരു പരിശോധന നടത്തിയിട്ട് എങ്ങനെ നമുക്ക് അനുകൂലമാക്കി മാറ്റാം എന്നത് നോക്കും. തീർച്ചയായിട്ടും ഒന്നും പറയാൻ പറ്റില്ല. സംസാരിക്കായിരുന്നു. തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ മാറ്റുമോ എന്ന ചോദ്യത്തിന് മാറുന്ന സാഹചര്യം അനുസരിച്ച് ആ തീരുമാനം ഉണ്ടാകുമെന്ന് പറയണം. അപ്പോൾ താനൂരിൽ മിക്കവാറും അബ്ദുറഹ്മാൻ എണ്ടത്താണി ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ സ്ഥാനാർത്ഥിയിൽ വരും എന്ന കാര്യം പറയാതെ പറയുകയാണോ വിജയരാഘവൻ എന്ന കാര്യം അറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മലപ്പുറം താനൂരിൽ മന്ത്രി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി മന്ത്രി വി അബ്ദുറഹ്മാൻ അതൃപ്തിയിലാണ്. അദ്ദേഹത്തിന് അവിടെ മത്സരിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിന്റെ കൃത്യമായ നിലപാട്. ബാക്കി എല്ലാവരും ഇലക്ഷൻ വർക്കുമായി പ്രചരണവുമായി രംഗത്തിറങ്ങിയപ്പോഴും വി അബ്ദുറഹ്മാൻ ഏതെങ്കിലും തരത്തിൽ പ്രചരണ തുടക്കം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എ വിജയരാഘവൻ പറയുന്നതിന്റെ വരികൾ കീഴോട് വായിക്കുകയാണെങ്കിൽ അബ്ദുറഹ്മാൻ എണ്ടത്താണിയുമായി വളരെ സജീവമായ ചർച്ചകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. PMA സമീറിന്റെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പൊട്ടിത്തെറി അദ്ദേഹത്തിന്റെ അതൃപ്തി പരസ്യമാക്കിയ താനൂരിൽ ഒരുപക്ഷെ മുൻ ലീഗ് നേതാവ് മുൻ MLA അബ്ദുറഹ്മാൻ എണ്ടത്താണി
ഇടതുപക്ഷത്തിന്റെ കാൻഡിഡേറ്റ് അവരാണ് എല്ലാ പോസിബിലിറ്റിയും ശ്രീ വിജയരാമന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.